സ്വാമി ശരണം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലോ അടുത്ത ആഴ്ചയോ നിങ്ങൾ റേസ് ചെയ്യണം. കാരണം എന്നെ പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്നും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച സത്യം പറയാൻ ഞാൻ കാണില്ല. ആ ജോലി നിങ്ങളെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം. അതായത് എന്റെ വിഷയം കൂടെ പറഞ്ഞിട്ട് കാര്യം ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് പോലീസുകാർ വീണ്ടും രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഓൾറെഡി അപ്രോച്ച് ചെയ്തു. അതിന്റെ ഹിയറിംഗ് തിങ്കളാഴ്ച ഉണ്ട്. ആദ്യത്തെ പോയിന്റ്, വേണമെങ്കിൽ എനിക്ക്, ഞാൻ ഇങ്ങനെ ചോദിക്കുകയല്ല, വേണമെങ്കിൽ എനിക്ക് ശബരിമല തന്ത്രിയോട് അനീതി ചെയ്തു, കള്ളക്കേസിൽ കുടുക്കി, പ്രതികാരമായി അന്നത്തെ ദേവസ്വം മന്ത്രി സി കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, ഏതെങ്കിലും രീതിയിൽ CPM-നെ കേസുമായി ബന്ധിപ്പിക്കണം, അന്നത്തെ ദേവസ്വം മെമ്പർ 83 വയസ്സായ സ്ട്രോക്ക് വന്ന ഒട്ടും വയ്യാതെ കിടക്കുന്ന ശ്രീ ശങ്കർദാസിനെ കൂടി കേസിൽ കുടുക്കി ഉപദ്രവിക്കണം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. 95% ആൾക്കാരും BJP-യിലെയും കോൺഗ്രസിലെ ആൾക്കാർ അതാണ് പറയുന്നത്. തന്ത്രിയുടെ കാര്യം ഓക്കെ, ഇനി മന്ത്രിയെ കൂടെ അറസ്റ്റ് ചെയ്യണം, എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് അങ്ങനെ പറയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വരമല്ല. അനീതിക്ക് മറുപടി കൂടുതൽ അനീതിയല്ല, കള്ളത്തിന് മറുപടി കൂടുതൽ കള്ളമല്ല. ഈ കേസ് തന്നെ നോക്കൂ, ഞാൻ ഫ്രണ്ട് പേജിൽ എന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തിന്റെ അനുമതി ചോദിച്ചില്ല എന്ന് പറഞ്ഞൊരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ അനുമതി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന അതേ വാചകങ്ങളാണ്. ഞാൻ ഇനിയും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ TV നിന്നായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് കാണുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പിയുടെ ഒറിജിനലും ആ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളും അതിന്റെ സാധാരണ മലയാളവുമാണ്. ഞാൻ വെറുതെ ഒന്ന് വായിക്കാം, പ്രത്യേകിച്ച് നിങ്ങൾ അറിയാനാണ്. ദേവന്റെ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ DT എന്നാണ് നമ്മൾ പറയുന്നത്. ദേവന്റെ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക നടപടിക്രമങ്ങൾ പാലിച്ചില്ല, SIT-കാരെ അയ്യപ്പ മൊഴി കൊടുത്തു, ദൈവത്തിന് അനുമതി കിട്ടിയില്ല. പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അയ്യപ്പന്റെ അനുമതി കിട്ടിയില്ല എന്ന് SIT-കാർക്ക് എങ്ങനെ മനസ്സിലായി? അയ്യപ്പൻ മൊഴി കൊടുത്തു. അതായത് അയ്യപ്പനും അവിടുത്തെ തന്ത്രിയും അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിലെ മൂർത്തിയും അവിടുത്തെ പുരോഹിതനും അല്ലെങ്കിൽ പ്രീസ്റ്റോ തന്ത്രിയും തമ്മിലുള്ള ധ്യാനത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെങ്കിൽ അയ്യപ്പന് ഇമെയിൽ അയക്കുകയല്ല ചെയ്യുന്നത്. പകരം ദേവന്റെ അനുമതി കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയാനുള്ള ഏക അധികാരമുള്ള ആള് തന്ത്രിയാണ്. അപ്പം ദേവന്റെ അനുജ്ഞ എന്ന് പറഞ്ഞ അനുമതി എടുത്താൽ മതി, അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടിക്രമങ്ങൾ പാലിക്കാതെയും പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് അറിവുള്ള, അതായത് ആര് പുറപ്പെടുവിച്ചിട്ടുള്ളത്? ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് അറിവുള്ള രാജീവ് തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ആചാര കാര്യങ്ങളിലെ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി അപ്രകാരം പ്രവർത്തിച്ചില്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മുതലുകൾ കൈമാറുന്നത് തടയാൻ നടപടി സ്വീകരിക്കാതെ വീഴ്ച വരുത്തി. അതായത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി പാലിച്ചു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ കൊടുത്തുവിടുന്ന തടഞ്ഞില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഉത്തരവിട്ടാൽ തന്ത്രിക്ക് എതിര് പറയാൻ പറ്റൂ? യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലും എഴുതി തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കേസിന്റെ മെറിറ്റിലേക്ക് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, എല്ലാ അമ്പലങ്ങളിലും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാ അമ്പലങ്ങളിലും 2 തരത്തിലാണ് അതിന്റെ അധികാര ഘടന. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭരണപരിധിയാണ്. ആത്മീയ കാര്യങ്ങൾ, ആചാര കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഭരണപരമായ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, എനിക്ക് അങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ 2026 ഇലക്ഷന് വേണ്ടി ഒരു ഇലക്ഷൻ പ്രതിരോധ ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്തത്. അതായത് CPM-നെതിരെ വരുന്ന അല്ലെങ്കിൽ അവരുടെ ഞാനും കണ്ഠര രാജീവരവകളും പരസ്യമായി പല കാര്യങ്ങളിലും വിയോജിച്ചിട്ടുണ്ട്. അതിശക്തമായി പൊതുമാധ്യമങ്ങളിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ശബരിമല പ്രക്ഷോഭ കാലത്ത് 2018 എന്റെ മുത്തശ്ശിയാണ് ആദ്യമായി അറസ്റ്റിലായത്. എന്നെ അതിരൂക്ഷമായി എന്ന് കണ്ഠര രാജീവ് വിമർശിച്ചിരുന്നു. ഈ അന്തർജനത്തെ അല്ലെങ്കിൽ ഈ പ്രായമായ സ്ത്രീയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി അറസ്റ്റ് ഒന്നും വേണ്ട എന്ന് വിമർശിച്ചിരുന്നു. ഞാനും തിരിച്ച് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇത് വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലല്ല, ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലും സുപ്രീം കോടതിയിലടക്കം ശബരിമലയ്ക്ക് വേണ്ടി ഇടപെട്ട വ്യക്തി എന്ന രീതിയിലുമാണ് പറയുന്നത്. അയ്യപ്പ ധർമ്മസേനയുടെയും അയ്യപ്പ വിശ്വാസികളുടെയും ഭാഗത്തു നിന്നാണ് പറയുന്നത്. കണ്ഠര രാജീവരുടെ തെറ്റെന്താണ്? ആദ്യം പല ആൾക്കാരും പല നിറം പിടിപ്പിച്ച കഥകളും പറയുകയുണ്ടായി. പിന്നീട് ഈ മാധ്യമങ്ങളിലും കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് ഇത് ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് തോന്നിയോ?
തികച്ചും ദുർബലവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞൊരു റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? ഇനി ഇതിന് മറുപടി അതുമാണ് വളരെ പ്രസക്തം. ഇനി ഞാൻ അറസ്റ്റ് ചെയ്തു പോയാൽ വേറെ ആരും പറയാനില്ലെങ്കിൽ നിങ്ങൾ പറയണം. നേരെ തിരിച്ച് ഈ ശങ്കർദാസ് എന്ന് പറയുന്ന 83 വയസ്സായ മനുഷ്യൻ, പക്ഷാഘാതം വന്ന് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് നന്മയാണുള്ളത്? ട്രയലിന്റെ ഘട്ടത്തിൽ ഇദ്ദേഹം തെറ്റിയിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞാൽ ചെയ്യാം. പക്ഷേ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഈ വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നന്മയും ന്യായവും ഇല്ല. CPM-നോട് എതിര് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. കടകംപള്ളി സുരേന്ദ്രൻജിയോടക്കം CPM-നോട് എതിര് നിൽക്കുന്ന, അടുത്ത തവണ കോൺഗ്രസ് ജയിക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ സാറ് മാത്രമായിരുന്നു അന്ന് വിശ്വാസികളോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചത്. ആക്ടിവിസ്റ്റുകൾ വേണ്ട, സ്ത്രീകൾ വേറെ, ആക്ടിവിസ്റ്റുകൾ വേറെ എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് ശ്രീ കടകംപള്ളി. എന്തിന്? നമ്മുടെ അയ്യപ്പ സംഗമം, മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമത്തിന് പോലും വന്ന് ശബരിമല വിധിന്യായം സുപ്രീം കോടതിക്ക് തെറ്റായി പോയി എന്ന് പറയാൻ പോലും ധൈര്യം കാണിച്ചതാണ്. ഇതേവരെ കോടതി കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി എതിർപക്ഷത്ത് നിൽക്കുന്നവരെയോ മറുപക്ഷത്ത് നിൽക്കുന്നവരെയോ കരിവാരി തേക്കുന്നതിന് എന്ത് മെച്ചമാണ്, എന്ത് നന്മയുള്ളത്? ഇപ്പൊ ഇന്നലെ പ്രധാനപ്പെട്ട, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പ്രധാനപ്പെട്ട കോൺഗ്രസ് BJP നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണുകയുണ്ടായി. തന്ത്രി ഓക്കെ, ഇപ്പൊ ഇനി മന്ത്രിയെ കൂടെ വേണം. ഈ പ്രാസം ഒപ്പിച്ചാൽ സത്യമാകൂ? ഈ പ്രാസം ഒപ്പിച്ച ഇനി അടുത്ത മന്ത്രി അറസ്റ്റ് ചെയ്താൽ എന്നാ അടുത്ത മുഖ്യമന്ത്രി? ഇതൊരു നിരന്തര പരമ്പരയായി പോകാൻ ഇത് TV സീരീസോ വെബ് സീരീസോ TV സീരിയലോ എന്തെങ്കിലും ആണോ? അതായത് എല്ലാ ആഴ്ചയും ആരെങ്കിലും കൊടുക്കണം, അതിന്റെ പേരിൽ നമുക്ക് ആനന്ദിക്കണം എന്ന് കരുതുന്നതിന് എന്ത് ലോജിക്കാണ്? ഇതുവരെ ലഭ്യമായ തെളിവുകൾ എന്താ? ശബരിമലയിൽ നിന്ന് സ്വർണ്ണ പാളികളിൽ നിന്നും കട്ടിള പാളികളിൽ നിന്നും, അതായത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ കൊണ്ടുപോയി 1.5 കിലോഗ്രാമും 2.5 കിലോഗ്രാമും ഉള്ളത് 400 ഗ്രാമും 450 ഗ്രാമും ആയി കുറയുകയുണ്ടായി. ഇതാണ് അന്വേഷണം. ഇതിനപ്പുറമായിട്ട് ഏതെങ്കിലും വലിയ ഡീലുകൾ നടന്നിട്ടുണ്ടോ? ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്ന പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. 500 കോടി വിലയുള്ള ഡീല് നടന്നു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് പകരം പഴയ കേസിന്റെ പരിധികളിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് പുതിയ ആൾക്കാരെ കുടുക്കി എല്ലാ ആഴ്ചയും പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനപ്പുറം എന്ത് നന്മയാണ് ഇതിലുള്ളത്? അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്വമേധയാ കേസ് ആയതുകൊണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതാണ്. ഇനി പ്രൊസീജിയർ ഉണ്ട്. അദ്ദേഹത്തിന് ചൊവ്വാഴ്ചയാണ് വരുന്നത്. അതിനുശേഷം വീണ്ടും കീഴ്ക്കോടതികളായതുകൊണ്ട് ഒരുപക്ഷെ ജാമ്യം കൊടുക്കില്ല, മേൽക്കോടതികളിലേക്ക് പോകും. ഒരാഴ്ച കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടുമായിരിക്കും. ഫ്രിവലസ് കേസാണ്. പക്ഷേ അതിനുള്ളിൽ ശബരിമലയെ അപമാനിക്കാനും ശബരിമല തന്ത്രിയെയും വിശ്വാസികളും അപമാനിക്കാനും ഒരു നീക്കമല്ലേ നടക്കുന്നത്? തന്ത്രിക്കെതിരെ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്നോ, തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയെന്നോ, അങ്ങനെ ഒന്നും റിമാൻഡ് റിപ്പോർട്ടുള്ള കാര്യങ്ങളോ ഇല്ല. ഒന്ന് ആലോചിച്ചു പോകും. ഞങ്ങൾ ആദ്യം ഞാനത് കേട്ടപ്പോൾ ഞെട്ടുകയാണ് ഉണ്ടായത്. അതായത് ദേവന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രികമായ കാര്യങ്ങളിൽ, ആചാര കാര്യങ്ങളിൽ വീഴ്ച വരുത്തി. അപ്പോ ഇനി ഒരു കാര്യം കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഇനി ഞാൻ അടുത്ത ആഴ്ച അറസ്റ്റിലായാലാണ്, ഈ അടുത്ത ആഴ്ച മുതൽ എന്നാ കടകംപള്ളി, എന്നാ ശങ്കർദാസ് എന്ന് പറഞ്ഞ് പോകരുത്. സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി എന്നെ ഇന്നലെ വിളിച്ച് വളരെ മുതിർന്ന 1-2 നേതാക്കൾ പറഞ്ഞു, ശങ്കർദാസ്, ഞാൻ കുറെ ദിവസമായി ശ്രീ ശങ്കർദാസിനെ TV-യിൽ സപ്പോർട്ട് ചെയ്തു, ശങ്കർദാസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യരുത്, അയാളുടെ മകനാണ് ശബരിമല യുവതികളെ കയറ്റിയത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇനി ആണെങ്കിലും അല്ലെങ്കിലും അതിന്റെ പേരിൽ പുള്ളിയുടെ അച്ഛനെ വേട്ടയാടാൻ പറ്റൂ. അതായത് ശ്രീ ശങ്കർദാസിന്റെ മകൻ നമ്മുടെ ഹരിശങ്കർ ഇവിടുത്തെ DIG ആണെന്ന് പറയുന്നത്, പുള്ളിയാണ് കയറ്റിയെന്ന് പറയുന്നത്. എനിക്കറിയില്ല, ആയിരിക്കാം അല്ലായിരിക്കാം. അത് അന്നത്തെ പ്രശ്നം, അന്ന് പരസ്പരം തല്ലുകൂടി അത് തീർന്നു, വിശ്വാസികൾ വിജയിക്കുകയും ചെയ്തു. 2018 എനിക്കറിയില്ല കേട്ടോ, അദ്ദേഹമാണ് കയറ്റിയെന്നല്ല, അങ്ങനെ ആരോപണമുണ്ട്, പല ആൾക്കാരും ഉന്നയിച്ചു. 2018 അദ്ദേഹം എന്തോ ചെയ്തു എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ ജയിലിൽ കിടത്തണമെന്ന് പറയുന്നതിന് എന്ത് നന്മയാണ്? നമ്മൾ ഈ വ്യക്തിവിരോധം തീർക്കാനായി പോലീസ് കേസിനെയും കോടതിയെ ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ തിന്മ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലുള്ള ശക്തമായ നിലപാടും അഭ്യർത്ഥനയുമാണ്, അറ്റ്ലീസ്റ്റ് ആ ശങ്കർദാസ് എന്ന് പറയുന്ന പാവപ്പെട്ട ഇത്രയും പ്രായമായ മനുഷ്യനെങ്കിലും വേട്ടയാടണം. അദ്ദേഹം നിങ്ങൾ ദൈവത്തിന്റെ സ്വത്ത് കട്ടവരാണ് എന്നൊക്കെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ വിധിന്യായം ഞാൻ വായിച്ചു. അങ്ങനെയൊന്നും അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. കാഷ്വൽ ഒബ്സർവേഷന്റെ ഭാഗമായി ഈ കേസ് ഇതാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇങ്ങനെ പൊലിപ്പിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അപ്രോച്ച് ചെയ്യും, ഇത്രയും സുപ്രീം കോടതി പറഞ്ഞോളൂ. പക്ഷേ നമ്മൾ ഈ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തെറ്റല്ല. ഇവിടെ നടക്കുന്നത് കള്ളത്തരവും അനീതിയുമാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ CPM-ന് ഇലക്ഷനിലേറ്റ തിരിച്ചടി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഫലമാണെന്ന് കണ്ട് 2026 ഇലക്ഷനുള്ള പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. അത് നന്മയുടെ രാഷ്ട്രീയമല്ല, നല്ല രാഷ്ട്രീയമല്ല. ആ വിഷയത്തിന് രാഷ്ട്രീയമായ മറുപടി പറയാം, പക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൽ ഒന്നും നിൽക്കാത്ത ആൾക്കാരെ അത് അറസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമല്ല. ഇനി എന്റെ കാര്യം കൂടെ, അത് ഇന്ന് രാവിലെ അറിഞ്ഞത്, എന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ സത്യം പറയാൻ ഉണ്ടാവും എന്നറിയില്ല. ദൈവത്തെ ഓർത്ത് ഏതെങ്കിലും വേട്ടമൃഗത്തെ എല്ലാ ദിവസവും വേണം എന്ന ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തരുത്. കോടതിയുടെ പരിധിയിലും കോടതി മുമ്പോട്ട് വെക്കുന്ന ഒബ്സർവേഷനിലും അല്ലെങ്കിൽ റിട്ടേൺ വെർഡിക്റ്റിൽ നിന്നുകൊണ്ട് തന്ത്രിക്കെതിരെ ഒരു
പരാമർശം പോലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് ഒരു ഫാക്ട് ആണ്. ഇതുവരെയാണ് കേട്ടോ, ഇതുവരെ വസ്തുതയാണ്. ഇനി നാളെ ഹൈക്കോടതി തന്ത്രിക്കെതിരെ എന്തെങ്കിലും പരാമർശം പറഞ്ഞിരിക്കട്ടെ, നമ്മളടക്കം എല്ലാവരും എതിര് പറയും. ഇനി കോടതിയെ വിശ്വസിക്കാൻ എല്ലാവർക്കും വേറെ വഴിയില്ല. ഹൈക്കോടതി തന്ത്രിക്കെതിരെ പരാമർശം പറയുന്നത് വരെ ഈ തന്ത്രിയല്ല ആരെയാണെങ്കിലും കരിവാരി തേക്കാനോ മോശവൽക്കരിക്കാനോ അല്ലെങ്കിൽ കാടടച്ച് വെടിവെക്കാനോ നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് അത് വ്യക്തിപരമായ താല്പര്യം കൊണ്ടല്ല, ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഈ കള്ളക്കേസുകളുടെയും പൊളിറ്റിക്കലി ഡ്രിവൻ കേസസ്, രാഷ്ട്രീയ ലാഭങ്ങളുടെ കേസുകളുടെ ഒരു പരമ്പരയാണ്. 3 പോയിന്റുകൾ ഒന്നുകൂടെ സംഗ്രഹിച്ചു നിർത്താം. ഒന്ന്, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി അടുത്ത തവണ 2026 ഇലക്ഷനിലേക്ക് CPM-നെതിരെ വരുന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരെ വരുന്ന വിമർശനങ്ങളിൽ മുനയടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവർക്ക് മുനയടിക്കാൻ കഴിയുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. പക്ഷെ അതിന് ഈ കേസുമായി യാതൊരു ബന്ധമില്ലാത്തവരെ കള്ളക്കേസിൽ പിടിച്ചിടരുത്. രണ്ടാമത്തെ കാര്യം, തന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദുർബലവും വൈരുദ്ധ്യവും ഉള്ളതാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി തടയണമെന്നാണോ പറയുന്നത്? നിങ്ങൾ ആ വരികളിൽ നോക്കുക. അതായത് അങ്ങനെ മുതൽ കൈമാറുന്നതിന് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെയും വീഴ്ച വരുത്തിയിട്ടുണ്ട്. തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദേവസ്വം ബോർഡ് അങ്ങനെ ഉത്തരവിട്ട? തന്ത്രിക്ക് ആലോചിച്ച് നോക്കുക എന്താ എഴുതിയിരിക്കുന്നത്. കുറച്ച് ലോഡഡ് ലാംഗ്വേജിൽ കടുകട്ടിയുള്ള മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതി എഴുതിയെന്ന് പറഞ്ഞ എന്താ അർത്ഥം ആ വരി? അതുകൊണ്ട് ദേവന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക കാര്യങ്ങൾ പാലിച്ചില്ല, ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽ പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിച്ചപ്പോൾ തന്ത്രി എന്ത് ചെയ്യണം? ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല. അപ്പൊ തന്ത്രി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മതസൗഹാർദ്ദവാദികളൊന്നും ഞാനായിരിക്കും. ഞാൻ എപ്പോഴും പോകുമ്പോൾ പറയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിമാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി സോഫ്റ്റ് ടാർഗറ്റ് ആകുന്നത് ഇങ്ങനെയാണ്. കാര്യം ക്രിസ്ത്യനോ മുസ്ലിമോ സമൂഹത്തിൽ ഏതെങ്കിലും പുരോഹിതനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെയോ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് അപമാനിക്കാൻ പലപ്പോഴും ഗവൺമെന്റുകൾ മുതിരില്ല. കാരണം സംഘടിതമായ ശക്തിയുണ്ട്. ഈ അസംഘടിതമായ ഹിന്ദു സമൂഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ, ശബരിമലയെ പോലെ സെക്കുലറായ പ്ലൂറലിസ്റ്റിക് ആയ ബഹുസ്വരവും മതസൗഹാർദ്ദവുമായ സ്പേസിലുള്ള ഒരാളാണ്. വാവരും വെളുത്തുള്ള ആളാണ്. നമ്മുടെ പ്രസിഡന്റ് പോലും വാവരുവള്ളി പോയിട്ടാണ് അയ്യപ്പനോട് തൊഴാൻ വരുന്നത്. ആ സ്പേസിലുള്ള ഹിന്ദുവായ തന്ത്രി അല്ലെങ്കിൽ വിശ്വാസിയായ തന്ത്രിക്കെതിരെ അങ്ങനെ വരുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് ചെയ്യുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹത്തിനടക്കം നീതി കൊടുക്കാൻ കഴിയണം. അദ്ദേഹത്തിനോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടല്ല, യാതൊരു തരത്തിലുള്ള ബന്ധുത്വം കൊണ്ടല്ല, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടല്ല. നടക്കുന്നത് പച്ചയായ അനീതിയാണ്, പച്ചയായ കള്ളത്തരങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും വലിയ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷന് CPM-നും പിണറായി ഗവൺമെന്റിനും എതിരെ വരുന്ന മുനയൊടിക്കാൻ, അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. കോടതി ഒബ്സർവേഷൻ വെച്ച് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാവൂ. CPM-നെ എതിർക്കുന്ന കോൺഗ്രസിനും BJP-യോടുള്ള അഭ്യർത്ഥന, ഇതൊരു പൊളിറ്റിക്കൽ ഫുട്ബോളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കാനുള്ള അവസരമായി എടുക്കരുത്. കാര്യം ഈ ഗോൾ പോകുന്നത് ഒരുപാട് പേരുടെ ജീവിതമാണ്. ഇപ്പം ഒരുപാട് ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ട്. എന്റെ മുത്തശ്ശനാണ് ഏറ്റവും കൂടുതൽ കാലം ശബരിമല തന്ത്രിയായിരുന്ന വ്യക്തി, കണ്ടൂർ മഹേശ്വർ. അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത്, എന്ത് പറ്റി, അവർ സ്വർണം മോഷ്ടിച്ചു. ഒരാഴ്ച കഴിയുമ്പോൾ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കോടതി മാറ്റുമായിരിക്കും. പക്ഷെ അവിടേക്കുണ്ടായ ഡാമേജുകൾ, വിശ്വാസികളുടെ വേദന, ഇത്തരം പ്രശ്നങ്ങളും. അതുകൊണ്ട് ഇതിനെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യണമെന്നും പോലീസ് പറയുന്ന നറേറ്റീവ്, പോലീസ് പറയുന്ന കഥ അപ്പാടെ വിഴുങ്ങി അതിന്റെ ബേസിൽ ഒരു മുൻവിധി പ്രജുഡിസ് ഉണ്ടാക്കരുതെന്നുമാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പല ആൾക്കാരും പറയുന്നതാണ് തന്ത്രിയും മന്ത്രിയും അറിയാതെ ഇവിടെ ഒരു ഇല പോലും വരങ്ങില്ല. പലപ്പോഴും കേട്ട് കാണും. എന്തൊരു ലോജിക്കാണ്. ഒന്ന്, മന്ത്രിക്ക് നേരിട്ട് ദേവസ്വം ബോർഡിന് മേൽ കൺട്രോൾ ഇല്ല. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ഗവൺമെന്റൽ ബോഡി പോലെ വർക്ക് ചെയ്യുന്നതാണ്. ദേവസ്വം ബോർഡ് വർക്ക് ചെയ്യുന്നതിൽ അഡ്മിനിസ്ട്രേറ്റീവായ ഭരണപരമായ വീഴ്ചകൾ ഉണ്ടെങ്കിൽ തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റാനാ? ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനെ എതിർക്കാത്തത് കൊണ്ടും മറ്റും ചെയ്യുന്നതാണെന്ന് പറയുക. എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് അനീതിയാണ്. ഇത് അയ്യപ്പന്റെ ഭാഗത്തുനിന്ന് നീതി ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റെപ്പ് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഫ്ലിംസി ഗ്രൗണ്ട്, ഫ്രിവലസ് ഗ്രൗണ്ട്, ദുർബലവും വൈരുദ്ധ്യവും നിറഞ്ഞൊരു ഗ്രൗണ്ടിലാണ് യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഏതെങ്കിലും ചില കേസുകളുടെ കൂടെ ഗൂഢാലോചന, നിർബന്ധിതം എന്നൊക്കെ വാക്കുകൾ ചേർത്ത് വെച്ചാൽ ഏതൊരാളെയും കൊടുക്കാൻ പറ്റും. വെറുതെ ഗൂഢാലോചന എന്നൊരു വാക്കിട്ടാൽ പോലെ, വെറുതെ ഗൂഢാലോചന എന്നൊരു വാക്കിട്ടാൽ ഏതൊരു കേസിലും ആരെയും കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് അനീതിയാണ് എന്ന് മാധ്യമങ്ങൾ
പൊതുസമൂഹം പറയണം. ഇതോടൊപ്പം വ്യത്യസ്ത ഹിന്ദു സംഘടനകൾ, വിശ്വാസ സംഘടനകൾ, ബ്രാഹ്മണ സംഘടനകൾ, തന്ത്രി സംഘടനകൾ അടക്കം അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരും ആദ്യം ഒരു അങ്കലാപ്പിലായിരുന്നു. പക്ഷേ അവരെല്ലാം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് വിശ്വാസികളെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനുമുള്ള ഒരു നീക്കം കൂടിയാണ്, വിശ്വാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുത്താനുള്ള ഒരു നീക്കം കൂടിയാണ് എന്ന് അയ്യപ്പ ധർമ്മസേനയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, ഒരു അയ്യപ്പ വിശ്വാസിയായ കഴിഞ്ഞ ഏകദേശം 10-18 വർഷമായി ശബരിമലയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന, ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിച്ചോട്ടെ. പലരും റിമാൻഡ് റിപ്പോർട്ടൊക്കെ കണ്ടു കാണും, വാർത്ത കണ്ടു കാണും. നിങ്ങൾക്കെങ്കിലും ഒരു നിമിഷം തോന്നിയില്ലേ എന്ത് തരം കേസാണ്? ദേവന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല, ഇതൊക്കെ SITക്ക് എങ്ങനെ അറിയാം എന്ന് സ്വാഭാവികം നിങ്ങൾക്ക് തോന്നിയില്ലേ? ദേവൻ അനുമതി കൊടുത്തോ ഇല്ലയോ എന്ന് എങ്ങനെ SITക്ക് മനസ്സിലായി നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇങ്ങനെ പറഞ്ഞാൽ എന്തിനെ ആരെയും കൊടുക്കാൻ പറ്റില്ലേ? ഏത് രീതിയിലും അത് പറ്റില്ലേ? ഇനി നാളെ ദേവൻ അനുമതി മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, തന്ത്രി കള്ളത്തരത്തിൽ ദേവൻ അനുമതി മേടിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൂടി? ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പാലിച്ചില്ല എന്ന് പറഞ്ഞ് ആ പാലിക്കുന്നത് തടഞ്ഞില്ല, ആ വാക്ക് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല. അവൻ ദേവസ്വം ബോർഡിന് പറ്റിയൊരു പാളിച്ചയ്ക്ക് തന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ഇനി പെട്ടെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഈ ആചാരവും അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കാനാണ്. അതായത് ഇന്ന പൂജയ്ക്ക് ഇന്ന പൂവ് വേണം എന്ന് തന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ഒരു പ്രത്യേക പൂജയ്ക്ക് ഇന്ന പൂവ് വേണം, ആ പൂവ് എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഇന്ന പൂജയ്ക്ക് ഈ പൂവ് വേണം എന്ന് തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. ആ പൂവ് എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്നും ആരുടെ നിന്നാണ് മേടിക്കേണ്ടതെന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. നാളെ ആ പൂ മേടിക്കുമ്പോൾ, അങ്ങനെ പുഷ്പങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കുമ്പോൾ അഴിമതി ഉണ്ടായിരിക്കട്ടെ, തന്ത്രിക്ക് എന്താ അതിൽ ഉത്തരവാദിത്വം? അപ്പൊ പറയുകയാണ് തന്ത്രിയാണല്ലോ പൂ മേടിക്കാൻ ഓർഡർ ഇട്ടത്. ശരിയാണ്, തന്ത്രിയാണ് പൂ മേടിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ആ പൂ എവിടെ നിന്ന് മേടിക്കണമെന്നും പൂ എത്ര, അല്ലെങ്കിൽ പൂ ആരുടെ നിന്ന് മേടിക്കണമെന്നും അതിന്റെ കോൺട്രാക്റ്റും അതിന്റെ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളാണ്. ഇത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇത് ശബരിമല മാത്രമല്ല എല്ലാ അമ്പലങ്ങളിലും പ്രശ്നം ഉണ്ടാവും. ശബരിമല തന്ത്രിയെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ബാക്കി ഏത് അമ്പലങ്ങളിലെ തന്ത്രിയെ അല്ലെങ്കിൽ പൂജാരിയാണ് കൊടുക്കാൻ കഴിയാത്തത്? നാളെ ഏതെങ്കിലും ദേവസ്വം ബോർഡിന് ഭരണപരമായ വീഴ്ച വന്നാൽ, ഈ കേസിന്റെ ആകത്തുക ഇത്രയുമാണ്, നാളെ ഏതെങ്കിലും അമ്പലത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വീഴ്ച വന്നാൽ, ഏതെങ്കിലും അമ്പലത്തിൽ ഏതെങ്കിലും മോഷണം ഉണ്ടായാൽ, ഏതെങ്കിലും അമ്പലത്തിൽ ഏതെങ്കിലും ക്രമക്കേട് ഉണ്ടായാൽ, ആചാര കാര്യങ്ങളിൽ അവസാന വാക്കായ തന്ത്രി അതിനെ തടഞ്ഞില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, തന്ത്രി തടഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തടഞ്ഞില്ല എന്ന് പറഞ്ഞാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് അന്യായമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ? അവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തെ രാഷ്ട്രീയം കളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞത്, ഞാൻ ഇടതുപക്ഷത്തിനോട് വിരോധം അല്ലെങ്കിൽ എതിർപ്പ് ഉള്ള വ്യക്തിയാണ്. ആർക്കും എന്താ പരസ്യമായ രഹസ്യമാണ്, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, ഞാൻ CPM-നോട് അനുകൂലിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ നാളെ CPA-കാരനായ ശങ്കർദാസ് സാറിനെ വേട്ടയാടുന്നത് നമുക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആയി ഈ പെൻഷനെ ചെയ്ത് കിട്ടുന്നത്? ഇത് പറയുന്നത് അദ്ദേഹത്തോട് എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടല്ല, ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ബേസിക് നീതിയും സത്യവും വേണം. അതുകൊണ്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ നിങ്ങളാകാം, അടിസ്ഥാന നീതിയും അടിസ്ഥാന ചോദ്യങ്ങളുമാണ് എപ്പോഴെങ്കിലും SITയോട് നിങ്ങൾ ചോദിക്കുകയും കൂടെ വേണം. എങ്ങനെ മനസ്സിലായി SI, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ബന്ധവും പരിചയം കാണുമല്ലോ, അയ്യപ്പൻ അനുമതി കൊടുത്തില്ലെന്ന് SITക്ക് എങ്ങനെ മനസ്സിലായി? സ്വാഭാവികമായ ചോദ്യമല്ലേ. അയ്യപ്പൻ അനുമതി കൊടുത്തോ ഇല്ലയോ എന്ന് SITക്ക് എങ്ങനെ മനസ്സിലായി? തന്ത്രി ആചാരങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്ന് SITക്ക് എങ്ങനെ മനസ്സിലായി? ഇതിന് വേറെ ആർക്കും മൊഴി കൊടുക്കാൻ പറ്റില്ലല്ലോ, അയ്യപ്പന് മാത്രമല്ലേ മൊഴി കൊടുക്കാൻ പറ്റൂ. അയ്യപ്പന്റെ മൊഴി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് വലിയ കള്ളത്തരമാണ് നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. ഈ ശബരിമല എന്ന ക്ഷേത്രത്തിന്റെ, കോടിക്കണക്കിന് ഭക്തർ വരുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിയെ ഒരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും അമ്പലം, ഏതെങ്കിലും തന്ത്രി സേഫാണ്? അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കണം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചോദിക്കണം, ഇല്ലെങ്കിൽ ഈ വസ്തുതകൾ നിങ്ങൾ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തെയോ പള്ളിയെയോ ഒക്കെ, അല്ലെങ്കിൽ വിശ്വാസത്തെയോ പൊളിറ്റിക്കൽ ഫുട്ബോൾ ആക്കുന്ന, രാഷ്ട്രീയ ആയുധമാക്കുന്ന ഈ പ്രവണത അവസാനിക്കണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. എങ്ങനെ SITക്കാർക്കറിയും? തന്ത്രിയല്ല, ശരിയാണ്. തന്ത്രി ഇപ്പൊ സ്വയമായി ഞാൻ മേടിച്ചില്ല എന്ന് സ്വയം തെറ്റ് ചെയ്തു എന്ന് പറയും. ഇനി രണ്ട് തന്നു എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കാമേ, ഒരു നിമിഷത്തേക്ക് തന്നു എന്ന് തന്ത്രി പറഞ്ഞാലേ ഇത് തന്നെ SITക്ക് വീണ്ടും പറഞ്ഞൂടെ? കണ്ടോ, ദേവന്റെ അനുമതി തന്നു എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പിന് തന്ത്രി കൂടെ വന്നു. ഇതില് ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് റിപ്പോർട്ടിൽ ദൈവത്തിന്റെ പരാമർശം ഉണ്ടാകുന്നത്. ദേവന്റെ അനുജ്ഞ മേടിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും പോലീസ് റിപ്പോർട്ട്. കാര്യം ദേവന്റെ അനുജ്ഞ മേടിച്ചോ ഇല്ലയോ എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റൂ.
ദേവസ്വം ബോർഡാണ് ഉത്തരവാദിത്തമെങ്കിലും ഈ ദേവസ്വം ബോർഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ തന്ത്രിയുടെ കൂടി അനുമതി തേടാറുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആചാര കാര്യങ്ങളിൽ മാത്രമല്ല ഈ പറയുന്ന പോലെ ആചാരത്തിന്റെ ഭാഗമല്ലേ? അതെ സാർ, ആചാരത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു. ആ സ്വർണം എടുത്തുകൊണ്ട് പോകുന്ന വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പോഴത്തെ കേസാ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി മാനിപ്പുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. അത് തന്ത്രിയുടെ ഉത്തരവാദിത്വം എങ്ങനെയാവും? ഉദാഹരണം 39 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിച്ചത്. ഈ കേസല്ല, ദ്വാരപാലക ശില്പങ്ങളുടെ കേസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിളിച്ചു ചോദിക്കേണ്ട ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തമല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഏതോ ഒരാളല്ല. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2007 ജലഹള്ളി അമ്പലത്തിൽ വെച്ച് തന്ത്രിക്ക് പരിചയം, എത്രയോ പേർക്കാണ് പരിചയം കാണും. ഉണ്ണികൃഷ്ണൻ പോറ്റി പരികർമ്മിയുടെ സഹായിയായിട്ടോ കീശാന്തിയുടെ സഹായിയായിട്ടോ വന്നു. അതുകൊണ്ട് എത്രയോ അവിടെ നിൽക്കുന്ന ആൾക്ക് പരിചയമുണ്ട്. ഇവര് തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതായത് ഇത് ഇപ്പൊ എന്താ പറയുക, ഇതാണ് ഈ വേഗ് വേർഡ്സ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ ആഴമേറിയ ബന്ധം. എന്താ ബന്ധം? കുറച്ചു കാലമായിട്ട് അറിയാം. ദൈവം സാധിച്ച് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലെങ്കിൽ ഈ പേരിൽ എന്നെ ക്ലോസ് ചെയ്തതിന് എന്തിനാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് വന്നു. അതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ കല്യാണത്തിന് വരില്ലേ? ഇതിനെ ഗിൽറ്റ് ബൈ അസോസിയേഷൻ എന്നാണ് വിളിക്കുക. അതായത് തെറ്റുകാരൻ ആരോപിക്കുന്ന ഒരാളുടെ കൂടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയാളുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഉദാഹരണം, സാമ്പത്തിക ഇടപാട് വല്ലതും ഉണ്ടെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? ഭാവിയിലുണ്ടോ എന്ന് അറിയാം. ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട്. സാറേ, അത് അന്വേഷിച്ചിട്ടല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അത് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ടല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? നേരെ തിരിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടെന്ന പ്രസംഷനിലാണോ പോകുന്നത്? ഇത് യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. സിമ്പിളായി നമുക്ക് എല്ലാം അറിയാം. ആ സത്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. തന്ത്രിയെ കുടുക്കി അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. തന്ത്രിയെ കുടുക്കി അപമാനിക്കാൻ ശ്രമിച്ചാൽ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ചെയ്തതാണ് എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിലേക്ക് പരത്തിയാൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആൾക്കാരെ രക്ഷിച്ചെടുക്കാനും മറ്റു ചിലരിലേക്ക് ചോദ്യങ്ങൾ എത്താതിരിക്കാനും കഴിയും. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ്. ഈ യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊടുക്കുന്നതാണ്. സിമ്പിൾ ഭാഷ ഇത്രയേ ഉള്ളൂ. തന്ത്രിയെ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടിയാണ്. അതിന്റെ മറുപടി തിരിച്ചെന്നാ CPM-ന്റെ കുറച്ച് ആൾക്കാരെ കൊടുക്കാമെന്നല്ല. ഈ വിഷയത്തിൽ കോടതി പരാമർശ വിധേയമായ ആൾക്കാരുണ്ടെങ്കിൽ അതികഠിനമായി ശിക്ഷിക്കണം, നടപടിയെടുക്കണം. പക്ഷേ 9 ഇടക്കാല വിധിന്യായങ്ങളിലും തന്ത്രിയുടെ പേരില്ല. അതൊരു ഫാക്ട് ആണല്ലോ, ഞാൻ പറയുന്നതല്ല, ഒരു ഫാക്റ്റാണ്. 9 ഇടക്കാല വിധിന്യായങ്ങളിൽ തന്ത്രിയുടെ പേരില്ല. തന്ത്രിയെ കുറിച്ച് ഹൈക്കോടതിയുടെ ഒരു നെഗറ്റീവ് പരാമർശമില്ല. ഹൈക്കോടതി അന്വേഷിച്ച് എഴുതിയെടുക്കാൻ കൊടുത്ത കാര്യങ്ങളിലൊന്നും തന്ത്രിയെ സംബന്ധിക്കുന്ന കാര്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ വേട്ടയാടുന്നതും തന്ത്രിയെ കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ ഇതാണ്. എതിർ ശബ്ദങ്ങളെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്ത നെറേറ്റീവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന്റെ നീ എന്റെ കാര്യം കൂടെ പറഞ്ഞു അവസാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് തിങ്കളാഴ്ച എന്താ ജാമ്യങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ദൈവതുല്യനായിട്ടുള്ള ഒരാൾ സത്യം പറഞ്ഞ ഒന്ന് അല്ല, രണ്ട്, തന്ത്രി ദൈവതുല്യനല്ല. ദൈവം ദൈവമാണ്. നമ്മളാരും മനുഷ്യരാരും ദൈവതുല്യരല്ല. തന്ത്രിയുടെ സ്ഥാനം ദേവന്റെ അച്ഛനാണ്. ഇതാണ് എന്റെ പൊസിഷൻ, ലീഗൽ പൊസിഷൻ, ഫാക്ച്വൽ പൊസിഷൻ. തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവന് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന വ്യക്തി. ഇത് തന്ത്രി എന്ന് വാക്കിന് അർത്ഥമുള്ളൂ. അത് റിച്വലിസ്റ്റിക് ആയിട്ടാ പോണത്. അതായത് മക്കത്തായത്തിലാ പോണേ. മകന്റെ 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 മകൻ എന്ന രീതിയിലാ പോണേ. ഞാൻ അങ്ങനെ മകളുടെ മകനായിട്ട് ജനിച്ച വ്യക്തിയാണ്. ഞങ്ങൾ പഠിക്കുന്നത് വേദാന്തമാണ്, അവർ പഠിക്കുന്നത് പൂജയും കാര്യങ്ങളുമാണ്. അപ്പൊ മക്കത്തായത്തിനനുസരിച്ച്. അതുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. അയ്യപ്പ വിശ്വാസിയായും ഈ വിഷയങ്ങൾ പഠിക്കുന്ന ഒരാളുമായിട്ടും ശബരിമല അയ്യപ്പനെ വേണ്ടി ഒരു പോരാളിയുമായിട്ടാണ് പറയുന്നത്. അപ്പോ ഈ രീതിയിൽ അവരെ കൊടുക്കാൻ ഇനി പത്മകുമാർ സാർ ദൈവതുല്യനാണെന്ന് ചോദിക്കാറില്ല. എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഏതെങ്കിലും ഒരാളുടെ മൊഴിയിൽ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? പത്മകുമാർ സാർ എന്ത് പറഞ്ഞു? തന്ത്രിയാണെന്ന് പറഞ്ഞു. തന്ത്രി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു? ഈ കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാതെ ഒരു പുരോഹിതനെ, പ്രീസ്റ്റിനെ, നാളെ പള്ളിയിലച്ഛനെ അല്ലെങ്കിൽ ഓലവിയെ അല്ലെങ്കിൽ പുരോഹിതനെ, തന്ത്രിയെ, സന്യാസിയെ, ഈ ആത്മീയ മേഖലയിൽ നിൽക്കുന്നവരെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി അറസ്റ്റ് ചെയ്ത് വേട്ടയാടുന്നത് അങ്ങേയറ്റം അനീതിയാണ്. എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളിൽ പലർക്കും ഇന്നലെ ഉച്ചയ്ക്കുണ്ടായിരുന്ന ധാരണ ആയിരിക്കില്ല വൈറ്റി റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടാകുന്ന ധാരണ. ഉച്ചയ്ക്ക് നമ്മളെല്ലാം, ഞാനടക്കം TV കണ്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി വിചാരിച്ചു ഏതോ വലിയ മെറിറ്റ് ഈ കേസിലുണ്ട്, SIT എന്തോ വലിയ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ SIT ഈ രീതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള ധാരണയായിരുന്നു. എന്നാൽ വൈകിട്ട് ഈ റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങൾ പറഞ്ഞു കാണും ഇത്രയേ ഉള്ളല്ലേ. ആദ്യമായിട്ടാണ് IPC പ്രകാരം ദൈവത്തിന്റെ അനുവാദം മേടിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്നേ ഒരു പോലീസ് റിപ്പോർട്ടിൽ ദൈവത്തിന്റെ അനുവാദം എന്ന വാക്കുപോലും ഉണ്ടായി കാണുന്നു. ഇന്നേ വരെ ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥലത്ത് നടന്ന ഏതെങ്കിലും പോലീസ് കേസിൽ, അമ്പലവുമായി ബന്ധപ്പെട്ട കേസിൽ ദൈവത്തിന്റെ അനുമതി എന്നൊരു വാദം, എന്നൊരു ആരോപണം ഇന്നേ വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉന്നയിച്ച് കാണില്ല. ആ ദൈവത്തിന്റെ വാദം ആചാരങ്ങൾ പാലിച്ചില്ല, ഇത്തരം കാര്യങ്ങൾ
ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാനാണ്. SIT ഞാൻ ഒരു വാക്കുകൊണ്ട് പോലും വിമർശിക്കില്ല. കാര്യം SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുമുള്ള ഒരു ബോഡിയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടുള്ള താഴ്മയായ അഭ്യർത്ഥന ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാർ സാറും അടക്കം ഈ വിഷയത്തിൽ സ്വമേധയാ ഇടപെടണമെന്ന്. നാളെ ഇൻ കേസ് ഹൈക്കോടതി തിരിച്ച് മെറിറ്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്ത്രിക്കെതിരെ ഹൈക്കോടതി അങ്ങനെ പറയുകയാണ്, ഈ കേസിൽ ചില മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള വിശ്വാസികൾ യാതൊരു സങ്കോചവും ഇല്ലാതെ തന്ത്രിയെ തള്ളിപ്പറയും. കാര്യം നമ്മൾ കോടതിയാണല്ലോ, ആരെങ്കിലും ഒരാളെ വിശ്വസിക്കണമല്ലോ. നമ്മുടെ കോടതി സംവിധാനങ്ങൾ നമുക്ക് കോടതിയിൽ വിശ്വാസമാണ്, പ്രത്യേകിച്ച് ഹൈക്കോടതി പോലെ. അതുകൊണ്ട് നാളെ തന്ത്രിക്കെതിരെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നാൽ, അല്ലെങ്കിൽ ഈ കേസ് അതിശക്തമായി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും, അവർക്ക് കുറെ കുറ്റമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി വന്നാൽ ഇതേ പ്രസ് ക്ലബിൽ ഞാൻ ജയിലിലല്ലെങ്കിൽ വന്ന് ഞാൻ ഉറപ്പായിട്ടും തന്ത്രിയെ തള്ളിപ്പറയും, പ്രശ്നമില്ല. പക്ഷേ അത് വരുന്നത് വരെ തന്ത്രിയെ കരിവാരി തേക്കരുത്. കാര്യം അദ്ദേഹമാണ് ഇവിടെ അനീതിക്ക് വിധേയമായത്, അദ്ദേഹത്തെയാണ് കള്ളക്കേസ് കുടുക്കിയത്. ശബരിമല തന്ത്രി പോലെ, അതായത് കേരളത്തിലെ ഏറ്റവും പഴയ തന്ത്രി കുടുംബമാണ്. നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസപ്രകാരം കേരളോൽപത്തി കാലത്ത് പരശുരാമൻ ആന്ധ്രാപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ നർമ്മദാ നദിയുടെ ഭാഗങ്ങളിൽ നിന്ന് 2 ബ്രാഹ്മണ കുടുംബങ്ങളെ കൊണ്ടുവന്നു. അതിലൊന്നാണ് ഈ താഴമൺ എന്ന് പറയുന്നത്. ഈ താഴമണ്ണാണ് കൂടുതൽ ശൈവ ക്ഷേത്രങ്ങളുടെ പൂജയും മറ്റും കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇതേപോലെ മറ്റൊരു പ്രമുഖ കുടുംബവും ഉണ്ട്. ഈ വിവാദ വിഷയമായതുകൊണ്ടാണ് അവരുടെ പേര് പറയാത്തത്. ഏറ്റവും പ്രമുഖമായ കുടുംബമാണ് നമ്മുടെ വിലാസസ്വാമി ക്ഷേത്രവും. അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള കുടുംബവും നമ്മുടെ അടുത്ത ആൾക്കാരുമാണ്. അപ്പോൾ അവരുടെ പേര് ഒരു വിവാദ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ പരാമർശിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. 10 or 16 രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട്. ആയിരക്കണക്കിന് അമ്പലങ്ങളുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ദേവന്റെ ആയിരക്കണക്കിന് അമ്പലങ്ങളുടെ പ്രതിഷ്ഠ നടത്തി ദേവന് ദേവചൈതന്യം പകരുന്ന തന്ത്രി ദേവന്റെ പെർമിഷൻ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കരയണോ, ചിരിക്കണോ, ദേഷ്യപ്പെടണോ, പ്രക്ഷുബ്ധനാകണോ, വിഷമിക്കണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് ദൈവത്തിന്റെ പേരിലെങ്കിലും കള്ളക്കേസ് എടുക്കരുത്. ദൈവത്തെ ഓർത്ത് ദൈവത്തിന്റെ പേരിൽ ദൈവത്തിന്റെ അനുമതി കിട്ടിയില്ല എന്ന പേരിലൊന്നും കള്ളക്കേസ് എടുക്കരുത്. ഫ്രിവിലസ് കേസാണ്. അതുകൊണ്ട് സ്വാമി അയ്യപ്പൻ ഈ വിഷയത്തിൽ നീതി തരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട കോടതി, വിശിഷ്യ ഹൈക്കോടതി, ഈ കേസിൽ ശ്രദ്ധിക്കണമെന്ന് പരശ്രദ്ധനാണ്, ഓൾറെഡി ശ്രദ്ധിക്കണം, ഇടപെടണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കാര്യം ആ ജഡ്ജിമാർ ആണ് ഈ ക്ലീനപ്പിന് തുടക്കമിട്ടത്. അവരുടെയാണ് ഏറ്റവും ആദരിക്കുന്ന ഒരു ഇതുള്ളത്. 2, അതോടൊപ്പം ഇതിന്റെ പേരിൽ വേറെ ആൾക്കാരോട് പ്രതികാരം തീർക്കരുത്. ഇതിന്റെ പേരിൽ ഈ പല ആൾക്കാരും ഇന്നലെ തൊട്ട് പറഞ്ഞു തുടങ്ങി, എന്നോടും പറയാൻ പറഞ്ഞു, എന്നാൽ ഇനി അടുത്തത് നമുക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാം. ആ പാവം 83 വയസ്സായ മനുഷ്യനാണ്. തന്ത്രിയെ കാട്ടി ഒന്നാമത് കണ്ടിട്ട് രാജീവർക്ക് തന്നെ വയ്യ, പുള്ളിയെക്കാട്ടി വയ്യ ശങ്കർദാസാണ്. സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ്. ഇനി ഇതിന്റെ പേരിൽ ശ്രീ ശങ്കർദാസിനെ കൂടെ വേട്ടയാടണം. തന്ത്രിയായി ഇനി മെമ്പറും മന്ത്രിയും എന്ന ഭാസം ഒപ്പിക്കരുത്. അവർക്കെതിരെ ഒന്നും കോടതി പരാമർശങ്ങളില്ല. ശ്രീ കടകംപള്ളിക്കെതിരെ ലഭ്യമായ വിവരത്തിൽ കോടതി പരാമർശമില്ല. ശ്രീ ശങ്കർദാസ് സാറിനെതിരെ കോടതി പരാമർശമില്ല. ഇദ്ദേഹത്തെ രഹസ്യമായിട്ടാണ് മന്ത്രിയെ ചോദ്യം ചെയ്തെന്ന് പറയുന്നത്. എനിക്കറിയില്ല, ആണെങ്കിലും അല്ലെങ്കിൽ ഇനിയും അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിലെങ്കിലും ശ്രീ ശങ്കർദാസ് അടക്കമുള്ള പ്രായമായ ആൾക്കാർക്കെതിരെ ഇതിന്റെ പേരിൽ ഒരു പ്രതികാര നടപടി എടുക്കരുത്. എനിക്ക് കോൺഗ്രസിനും BJPയോടും അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യവും, തന്ത്രിക്ക് നീതിയാണ് കൊടുക്കേണ്ടത്, ശങ്കർദാസിന് അനീതിയല്ല. തന്ത്രിക്ക് നീതി കിട്ടിയില്ല, തന്ത്രിയെ വേട്ടയാടി എന്നുള്ള സത്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ ശങ്കർദാസിനും കൂടി ഒരു പണി ഇരിക്കട്ടെ എന്ന് കരുതരുത്. അത് അയ്യപ്പന്റെ പാതയല്ല, മഹാത്മാഗാന്ധിയുടെ പാതയല്ല, നമ്മുടെ വിശ്വാസികളുടെ പാതയല്ല. ആ കാര്യം നിങ്ങൾ ഓർക്കണം. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് പല ആൾക്കാരും പഞ്ച് ഡയലോഗിന് വേണ്ടി പറയാറുണ്ട്, അയ്യപ്പനെ തൊട്ടാൽ അയ്യപ്പൻ അവരെ വെറുതെ വിടില്ല എന്നൊക്കെ. അയ്യപ്പൻ KGF-ലെ റോക്കി ബായി ആണെന്നൊന്നും കരുതരുത്. അയ്യപ്പൻ ഒരു മാഫിയ ഡോണൊന്നുമല്ല. പല ആൾക്കാരും സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്, നമ്മുടെ ദൈവസങ്കല്പനയെ കുറിച്ച് അറിയാത്തോണ്ടാ പറയുന്നത്. അതായത് അയ്യപ്പൻ ഒരു ശാന്തമൂർത്തിയാണ്. ഈ താന്ത്രികമായി പറഞ്ഞാൽ തന്നെ അയ്യപ്പൻ ഒരു രൗദ്രമൂർത്തിയല്ല. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിലിരിക്കുന്ന, യോഗ ഭാവത്തിലിരിക്കുന്ന, യോഗദണ്ഡ് സ്വീകരിക്കുന്ന ദൈവസങ്കല്പമാണ് നമുക്ക് സ്വാമി അയ്യപ്പൻ. അതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന ഭാവമുള്ളത്. അല്ലാതെ അയ്യപ്പൻ മറ്റേ KGF-ലെ റോക്കി ഭായിയുടെ ഭാവത്തിൽ എനിക്ക് നേരെ നീ വിരൽ ചൂണ്ടിയാൽ നിന്റെ കൈ വെട്ടു എന്ന് പറയുന്ന വ്യക്തിയല്ല. ഇത് നമ്മുടേതായ ഇമോഷൻ വെച്ച് പറയുന്ന കാര്യങ്ങളാണ്, നമ്മുടേതായ. പക്ഷേ ദൈവത്തെ ഓർത്ത് ഈ കേസിൽ മാത്രമല്ല ഏത് കേസിലും അയ്യപ്പൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണി കൊടുക്കാനും പോണില്ല. നമ്മുടെ വിശ്വാസം